സിനിമകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾ നിർമ്മിച്ച സിനിമയാണ് കീർത്തിചക്ര, അതിനകത്ത് റേപ്പ് സീൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ചേട്ടാ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ റേപ്പ് ചെയ്തവനിക്ക് ഒരു ന്യായമുണ്ടെങ്കിൽ ആ ചെയ്തവനിക്ക് ഒരു ന്യായം ഉണ്ടാവില്ലേ? ആ പെൺകുട്ടികളെ അതിഭീകരമായി അമ്മയുടെ മുമ്പിലിട്ട് അമ്മയുടെ ആഹാരം വാങ്ങി കഴിച്ച ശേഷം പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നുണ്ട്. ആ റേപ്പ് ചെയ്തവനിക്ക് ഒരു കാരണം ഉണ്ടാവില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ആ കാരണം പറഞ്ഞില്ല? സ്വാഭാവികമായിട്ടും ഉള്ള ഒരു സംശയമാണ്. നിങ്ങൾ ഈ സിനിമയിൽ ഗുജറാത്തിന്റെ ഇത് കാണിച്ചു, അതിനകത്ത് ഇത് പറഞ്ഞില്ല എന്നുള്ള നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ എന്റെ സംശയമാണ്, കീർത്തിചക്രയിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ റേപ്പ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ആ റേപ്പ് ചെയ്ത വ്യക്തിക്ക് ഉള്ള അവർക്കുണ്ടായ പഴയ അനുഭവം നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, പിക്ചറൈസ് ചെയ്തില്ല? റേപ്പ് ചെയ്യുന്നു, എന്റെ മുന്നിലിട്ട് എന്റെ അമ്മയും സഹോദരിയും റേപ്പ് ചെയ്യുന്നു, എല്ലാവരും കൊന്നു കളയുന്നു, പട്ടാളക്കാരാണെന്ന് ഓർക്കണം. ഇത് കാണുന്ന ഞാൻ പിന്നെ ഇനി എന്ത് വേണം? അരയിൽ ബെൽറ്റിൽ ബോംബും വെച്ചുകൊണ്ട് പട്ടാളക്കാരിൽ ഒരാളെങ്കിലും കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങി നിൽക്കുന്നതാണ് ആ കഥയുടെ ഇതിവൃത്തം. അന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ പട്ടാളക്കാരെ ചെയ്യാൻ പോകുന്നുണ്ടോ? ഇത് കള്ളക്കഥയായിരിക്കും, ഒരിക്കലും സത്യമായിരിക്കത്തില്ല. പിന്നെയാണ് കുറെ ഓട്ടോബയോഗ്രഫികൾ നമ്മൾ ഇത് റിലേറ്റ് ചെയ്ത് വായിക്കുന്നത്. ഒരുപാട് പേർക്ക് ഒരേ അനുഭവം ഉണ്ടാകുമോ? അതിനുശേഷമാണ് പട്ടാളക്കാർക്കെതിരെ അമ്മമാരൊരു സമരം നടത്തി, തുണി ഊരി എറിഞ്ഞൊരു സമരം. നമ്മുടെ ഇന്ത്യ തന്നെയാണ്, ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ തന്നെയാണ്. എന്തിനായിരുന്നു ചെയ്തതെന്ന് അറിയാം? അവരുടെ പെൺമക്കളെ ബലാത്സംഗം ചെയ്തതിന് പ്രതിപ്രവർത്തനമാണ് അവർ പോയി കാണിച്ചത്. ഞങ്ങളെയും കൂടെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വസ്ത്രം ഊരി അങ്ങോട്ട് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ പട്ടാളക്കാർക്കിടയിലും ഇതുപോലുള്ള അശനിവാദങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായി തെളിഞ്ഞൊരു സംഭവമാണ് അതൊക്കെ. അപ്പോൾ കൂടുതൽ വായിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാകും അതിലുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു കീടമാണ് ഇവൻ എന്നുള്ളതിന്റെ തെളിവാണിത്. ഇവൻ പറയുന്ന ലോജിക് ഇല്ലാത്ത ഒരു കാര്യം ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കീർത്തിചക്ര വിഷയം എടുത്തിട്ട്. കൃത്യല്ലേ? അവൻ ചെയ്ത സിനിമകളിൽ റേപ്പുണ്ട്, റേപ്പിസ്റ്റിന് ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? എങ്ങനെ അറിയാം? ഒരു ഇലക്ഷന് പോലും നിൽക്കാത്ത ഒരാളെ മുഖ്യമന്ത്രിയാക്കുക, അയാൾ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു വൃത്തികേട് നടക്കുക, ആ വൃത്തികേടിനെ ചൂട്ടുപിടിച്ച് അയാൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ ഉയർന്നു വരിക, അതിനെതിരെ സംസാരിച്ചവരൊക്കെ തന്നെ അപകടങ്ങളിൽ മരണപ്പെടുക, അല്ലാത്തവരൊക്കെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. ഭീകരമായ ഒരു ഫാസിസ മെന്റാലിറ്റിയോട് കൂടി ആ സർക്കാർ കഴിഞ്ഞ 15 വർഷത്തോളമായി നമ്മളെ ഭരിക്കുകയും ചെയ്യുന്നു. മിണ്ടാൻ പറ്റുന്നില്ല, തിരിഞ്ഞാൽ പിരിഞ്ഞാൽ ഒക്കെ എല്ലായിടത്തും വർഗീയത മാത്രം പറയുന്നുണ്ടെങ്കിൽ അയാൾ എത്രത്തോളം ക്രൂവൽ മെന്റാലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു എന്ന് വ്യക്തം. ഇന്ത്യൻ പൗരനായി ജനിക്കുക എന്ന് പറയുന്ന ഒരു പ്രിവിലേജ് തന്നെയാണ്, ഒരു പ്രസ്റ്റീജ് തന്നെയാണ്. ആ പ്രസ്റ്റീജ് കാക്കുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം പൃഥ്വിരാജ് കൃത്യമായി ചെയ്തിട്ടുണ്ട്. എഴുതിയ മുരളിക്കും സെയിം എഫക്ട് തന്നെയാണ്. അതില്ലാതെ പോയത് സംഗി രാജാവിന് മാത്രമാണ്. എന്തുകൊണ്ട് ഈ പ്രശ്നം എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ തരാൻ ആഗ്രഹിക്കുക. എനിക്ക് മനസ്സിലായ കാര്യം, ഇതിനകത്തെ പ്രശ്നം മോഹൻലാലാണ്. പ്രത്യേകിച്ച് ഇസ്ലാം നാമധാരിയായ ഒരാളെ സപ്പോർട്ട് ചെയ്യുകയാണ് മോഹൻലാൽ ചെയ്യുന്നത്. എന്നിട്ട് ബജരംഗിനെ അവൻ കൊല്ലുന്നു. ആരാണ് ബജരംഗ്? ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ, ഈ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് ബജരംഗ്. ആരാണ് ഈ ബജരംഗി? ഇയാൾ കൊന്നു കളഞ്ഞ കാര്യം ഇവനോട് കൂടി കാണിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ മോഹൻലാൽ സംഘി ആണ് എന്നുള്ളത് വ്യക്തമായി നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ്. സംഘി എന്നതോ പോട്ടെ, ഒരു വ്യക്തി പോലുമല്ല അവൻ. അതിന്റെ തെളിവാണ് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് ജാസ്മിൻ. ജാസ്മിൻ നേരിട്ട ഈ അവഗണനയുടെ അതിന് കാരണക്കാരനായത് മോഹൻലാലാണ്. മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഏറ്റവും നികൃഷ്ടമായ ഒരു മുഖമാണ് നമ്മൾ ജാസ്മിനിൽ കൂടെ കണ്ടത്. ആ പെൺകുട്ടിക്ക് ഒരു സൂചന കൊടുത്തിരുന്നെങ്കിൽ, കൃത്യമായി പൊതുസമൂഹം വേറെ രീതിയിലാണ് നിന്നെ എടുക്കുന്നത്, സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറയാൻ പുറത്താക്കാനുള്ള മാനസിക വലുപ്പമെങ്കിലും കാണിച്ചിരുന്നു എങ്കിൽ ആ പെൺകുട്ടി ഇത്രയധികം അവഹേളനം നേരില്ല. അവൻ അവിടെ ആനന്ദിക്കുകയാണ് ചെയ്തത്, അവന്റെ സംഘീബോധം ആനന്ദിക്കുകയാണ് ചെയ്തത്. കാരണം അവഹേളിക്കപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയിലെ പെണ്ണാണ്. ആ കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടി അവഹേളിക്കപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു പരമാനന്ദമുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് സ്വന്തം വീട്ടിലെ പെണ്ണ് ഇരുന്നു പോകുന്നത്. അത് ഓരോരുത്തരുടെ വിധി. എന്തായാലും പോട്ടെ. മറന്നു എന്ന് താങ്കൾ എങ്ങനെ പറയും? ഞങ്ങൾ മറന്നില്ലല്ലോ. മറക്കാതിരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തൽ നടത്തിയല്ലോ മോങ്ങിയെന്ന്. അതറിഞ്ഞില്ലേ? ഓഗസ്റ്റ് 15 എല്ലാവർക്കും സ്വാതന്ത്ര്യം കിട്ടിയ ദിനത്തിൽ അങ്ങേ ദീപന്മാരെല്ലാം പുറത്തേക്ക് ഇറക്കി വിടുക മാത്രമല്ല, ഒണ്ണാക്കിലേക്ക് ലഡ്ഡു കുത്തി കയറ്റി മാലയിട്ട് പൂജിച്ച് സ്വീകരിക്കുന്ന കുറെ വിടക പെണ്ണുങ്ങളെ ഞങ്ങൾ കണ്ടല്ലോ.